ഹലോ, ഇന്ന് നമുക്ക് കള്ളനും ഭഗവതിയും എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കള്ളനായ മാത്തപ്പൻ അവസാനമായി വിഗ്രഹമോഷണം നടത്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ വാങ്ങിയ കടം തിരിച്ചടയ്ക്കാനാകാതായപ്പോൾ വലിയൊരു പ്രമാണിക്ക് മുന്നിൽ തന്റെ ശരീരം വിൽക്കുവാനായി തീരുമാനിച്ച പ്രിയയെ കാണുന്നത്. അവൾ കാട്ടിലൊരു അമ്പലമുണ്ടെന്നും അവിടെ ഒരു വിഗ്രഹമുണ്ട്, അത് മോഷ്ടിക്കുവാനായും അവനോട് പറഞ്ഞു. അതവൾ സ്ഥിരം പൂജ ചെയ്യുന്ന ദേവിയായിരുന്നു. മോഷണം നടത്തിയവരാരും തിരികെ വന്നിട്ടില്ല. എന്നാൽ മാത്തപ്പൻ അതിന് തയ്യാറായി. ജീവൻ നഷ്ടപ്പെടുമെന്നായി ഒടുവിൽ ദേവി അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവനൊപ്പം കൂടുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ് കാണിക്കുന്നത്. അതിനുശേഷം ആ നാട്ടിലെ ഒരമ്പലത്തിന്റെ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി പിരിവൊക്കെ കഴിഞ്ഞെത്തുകയാണ് മാഷും കൂട്ടരും. മാഷിനോടവർ മാത്തപ്പന്റെ കാര്യമോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് അതിന് മറുപടി നൽകില്ല. അതിനുശേഷം മാത്തപ്പനെ കാണിക്കുന്നു. ഈ മാത്തപ്പൻ ഒരു കള്ളനാണ്. ചന്തയിലെത്തി ചിക്കനൊക്കെ വാങ്ങി വീട്ടിലെത്തി ആഹാരവും കഴിച്ച മാത്തപ്പനാണെങ്കിലോ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതുകയാണ്. അപമാനവും നാണക്കേടുമായി അവന് ജീവിച്ചു മടുത്തു. അവസാനമായി ഒരു മോഷണം നടത്താൻ പോവുകയാണ് കൃഷ്ണക്ഷേത്രത്തിൽ. അതും വർക്കൗട്ട് ആയില്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു അതിൽ. അതേസമയം കുറച്ച് പോലീസുകാരവിടെ എത്തി ക്രിസ്മസ് ദിനത്തിൽ മാത്തപ്പൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് വിരട്ടിയിട്ട് പോവുകയാണ്. മാത്തപ്പന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചു. അനാഥനെ പോലെയാണ് മാത്തപ്പൻ വളർന്നതുമെല്ലാം. സാഹചര്യം കൊണ്ടാണ് മാത്തപ്പൻ കള്ളനായി മാറിയതും. മറ്റൊരു വശത്ത് തന്റെ സ്വന്തം ചിലങ്ക നോക്കി കരയുകയാണ് ഒരു പെൺകുട്ടി. അവളുടെ പേരാണ് പ്രിയാമണി. പ്രിയ തന്റെ ഇഷ്ടദൈവത്തിന് എന്നും മുല്ലപ്പൂമാല കെട്ടിയിടുമായിരുന്നു. എന്നാൽ ഇന്നാ മുല്ലപ്പൂ അവൾ രാത്രിയിൽ തലയിൽ ചൂടുകയാണ്. ദൈവത്തിനെ നോക്കി അവൾ ഒരുപാട് കരയും. അവളൊരു നർത്തകി കൂടിയായിരുന്നു. അപ്പോൾ പ്രിയയെ കൊണ്ടുപോകാനായി ഒരു ഓട്ടോ വരും. സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന അമ്മയോട് പ്രിയ യാത്ര പറയും. അമ്മയ്ക്കാണെങ്കിലോ സങ്കടം സഹിക്കാനാകുന്നില്ല. അമ്മ അവളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അവൾ ആ ഓട്ടോയിൽ കയറി പോവുകയാണ്. മറ്റൊരു വശത്ത് മാത്തപ്പൻ കൃഷ്ണക്ഷേത്രത്തിലെത്തി. മതിൽ ചാടി ആരും കാണാതെ ശ്രീകോവിലിനുള്ളിൽ നിന്നും വിഗ്രഹം ഇളക്കുകയായിരുന്നു. എന്നാൽ വിളക്കുകൾ തറയിൽ വീണ് ക്ഷേത്രത്തിന്റെ കാവൽക്കാരൻ ഉണരും. മാത്തപ്പൻ ഇറങ്ങി ഓടി ചെന്നപ്പെട്ടത് കരോളിന്റെ കൂട്ടത്തിലായിരുന്നു. മാത്തപ്പൻ ഓടും, പിന്നാലെ അവരും. ഓട്ടോയിൽ പോവുകയായിരുന്ന പ്രിയ തന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുകയാണ്. അച്ഛനും അമ്മയും പ്രിയയും ചേർന്ന് സന്തോഷമായ ജീവിതം. തോണിമറിഞ്ഞ് ഒരിക്കൽ അച്ഛൻ മരിച്ചതോടെ ജീവിതം കഷ്ടത്തിലായി. സോമശേഖരൻ മുതലാളിയുടെ അടുത്തേക്കാണ് ഓട്ടോക്കാരൻ അവളെ കൊണ്ടുപോകുന്നത്. മുതലാളി കഴിഞ്ഞ ഉത്സവത്തിന് അവളെ കണ്ടപ്പോഴേ ആഗ്രഹിച്ചെന്ന് ഓട്ടോക്കാരൻ പറയുമ്പോൾ പ്രിയ ദേഷ്യപ്പെടും. പ്രിയയുടെ അച്ഛൻ വീടിന്റെ ആധാരം മുതലാളിക്ക് പണയം വെച്ചു. കാശ് തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോഴാണ് പ്രിയയ്ക്ക് അയാളുടെ മുന്നിൽ ചെല്ലേണ്ടി വരുന്നത്. പോകും വഴിയിൽ പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ പോലീസിന്റെ നോട്ടപ്പുള്ളി ആയതിനാൽ പ്രിയയും കൊണ്ട് അയാൾ ഇറങ്ങിയോടും. പക്ഷെ പോലീസിന് അവരെ കിട്ടിയതേയില്ല. ഓട്ടോ മാത്രം കിട്ടി. എന്നാൽ ഓടി വരികയായിരുന്ന മാത്തപ്പൻ പോലീസിന്റെ മുന്നിൽ പെട്ടു. എന്നാൽ അവനെയും പോലീസിന് കിട്ടിയതേയില്ല. മാത്തപ്പൻ നേരെ പള്ളിയിലെത്തി സെമിത്തേരിയിൽ കയറി ഒളിച്ചിരുന്നു. പള്ളിയിൽ ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കുകയാണ്. എന്നാൽ സെമിത്തേരിയിൽ വെച്ച് മാത്തപ്പൻ എന്തോ കണ്ട് പേടിക്കും. അത് പ്രിയയായിരുന്നു. പ്രിയയും സെമിത്തേരിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പ്രിയ പൂവ് ചൂടി ഒരുങ്ങി നിന്നപ്പോൾ മോശമായ പെണ്ണാണെന്ന് അവൻ കരുതി. മാത്തപ്പനാണെങ്കിലോ അവളെ ഒഴിവാക്കാൻ നോക്കുമ്പോഴെല്ലാം എന്നെയും സെമിത്തേരിയിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കണമെന്ന് പ്രിയ മാത്തപ്പനോട് പറഞ്ഞു അവനൊപ്പം കൂടി. മാത്തപ്പൻ ഒരു കള്ളനാണെന്ന് അവളോട് പറഞ്ഞു. തന്നെ പുറത്തു കടക്കാൻ സഹായിച്ചില്ലേൽ മാത്തപ്പനെ നാട്ടുകാർക്ക് മുന്നിൽ ഒറ്റിക്കൊടുക്കുമെന്ന് പ്രിയ ഭീഷണിപ്പെടുത്തി. അവൾ വെറുതെ നമ്പറിട്ട് നോക്കിയതാണ്. മാത്തപ്പൻ ഒരു വഴിയുമില്ലാതെ ഇരിക്കുകയായിരുന്നു. ചാവാനാണ് വിചാരിച്ചത്, പക്ഷെ നടക്കുന്നില്ല. മോഷ്ടിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരൻ സമ്മതിക്കുന്നില്ല എന്നവൻ പറയുമ്പോൾ, ചാവാനോ, എന്താ പ്രശ്നം? ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ കുറച്ചു സമയമെടുക്കില്ലേ? മാത്തപ്പന്റെ ജീവിതകഥ എന്നോട് പറയുവാനായും പ്രിയ പറയും. അങ്ങനെ മാത്തപ്പൻ തന്റെ കഥ പറയുകയാണ്. ഇതുപോലൊരു ക്രിസ്മസ് ദിവസമാണ് മാത്തപ്പൻ ജനിച്ചത്. അച്ഛനും അമ്മയ്ക്കും അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ജീവിതം സന്തോഷമായി മുന്നോട്ടു പോകവേ ഒരിക്കൽ മാത്തപ്പന്റെ അച്ഛന്റെ സഹോദരിയും കുടുംബവും വീട്ടിലേക്ക് വന്നു. അളിയനാണെങ്കിലോ അച്ഛനെ മനഃപൂർവ്വം കുടിപ്പിക്കുവാനായും തുടങ്ങി. അങ്ങനെ അച്ഛനെ കൊണ്ട് അമ്മയിൽ നിന്നും വീടിന്റെയും വസ്തുവിന്റെയും പ്രമാണം വാങ്ങി അവർക്ക് നൽകി. അച്ഛനെ മുഴുക്കുടിയനാക്കി. അച്ഛന്റെ സ്വഭാവവും മാറി തുടങ്ങി. മാത്തപ്പനോടും അമ്മയോടും വല്ലാത്ത ദേഷ്യമായി. അച്ഛനെ കൊണ്ട് അയാൾ കടമൊക്കെ വാങ്ങിപ്പിച്ചു. കടക്കാർ വീട്ടിൽ പ്രശ്നമുണ്ടാക്കി തുടങ്ങി. ദാരിദ്ര്യവും പട്ടിണിയുമായി. ഒരിക്കൽ അച്ഛനൊരു കോഴിയുമായി വീട്ടിൽ വന്നു. അടുത്ത ദിവസം തൂങ്ങി മരിച്ചു നിൽക്കുന്ന അച്ഛനെയും അമ്മയെയുമാണ് ഞാൻ കണ്ടതെന്ന് മാത്തപ്പൻ പറയും.
എന്നാൽ ആ ബന്ധു മാത്തപ്പൻ അവരുടെ വീട് നൽകി എന്ന് പറയുന്നത് കേട്ട പ്രിയ, സ്വന്തമായി വീടില്ലേ, പിന്നെന്തിനാ മരിക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, വീട് മാത്രമല്ല മകളെയും കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നെ മാംഗല്യ പൂജയ്ക്ക് ഒരു തീർത്ഥാടന യാത്രയ്ക്ക് അയച്ചിട്ട് മകളെ അയാൾ ഒരു പണക്കാരനെ കൊണ്ട് കെട്ടിച്ചു എന്ന് പറയുന്നത് കേട്ട് പ്രിയ പൊട്ടിച്ചിരിച്ചു. രാത്രിയായതിനാൽ വീട്ടിലേക്ക് ആക്കിത്തരാം, ആദ്യമായല്ലേ ഒരാൾ മാത്തപ്പന്റെ കഥ കേട്ടത് എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പ്രിയയോടൊപ്പം നടന്നു. രണ്ടാളും രണ്ടു വഴിയെ പോകാനായി ഒരുങ്ങുമ്പോൾ പ്രിയ മാത്തപ്പനെ വിളിച്ചിട്ട്, ഇനി മരിക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവൻ പറയും. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ശതാവരി പുഴയുടെ അക്കരെ ഉൾവനത്തിനകത്ത് ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് അവിടെ നട തുറക്കുന്നത്. ഒരു സുന്ദരി യക്ഷി ക്ഷേത്രം. അതിപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാ. ആ വിഗ്രഹം എടുത്ത് വിൽക്ക്, രക്ഷപ്പെട്. ഇന്നലെ വരെ ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ച ദേവിയ എന്ന് പ്രിയ പറയും. അത് കേട്ടതും സ്വന്തം ഭഗവതിയെയാണോ മോഷ്ടിക്കാൻ പറയുന്നതെന്ന് മാത്തപ്പൻ ചോദിക്കും. വിഗ്രഹം എടുക്കാൻ ശ്രമിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ആലോചിച്ച് ചെയ്യണം, വിവരം എന്നെ അറിയിക്കണമെന്നും പ്രിയ പറഞ്ഞു. ചാവാൻ തീരുമാനിച്ചവൻ എന്താലോചിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് മാത്തപ്പനാണെങ്കിലോ ശതാവരി പുഴയുടെ തീരത്തേക്കെത്തി. അവൻ ഉടനെ തന്നെ പുഴയിലേക്ക് എടുത്ത് ചാടി. അക്കരെ എത്തി കാടിനുള്ളിലേക്ക് കടന്നു. കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോൾ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അമ്പലത്തിന് മുന്നിലെത്തി. അമ്പലത്തിനുള്ളിൽ വിഗ്രഹം ഇരിക്കുന്നത് കണ്ടു. അവന് സന്തോഷമാവുകയാണ്. ഉടനെ തന്നെ അവൻ നട തുറന്ന് വിഗ്രഹം എടുക്കാനായി ശ്രമിക്കുമ്പോൾ അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ അവൻ ഓടിച്ചു കളഞ്ഞ് ഉടനെ തന്നെ വിഗ്രഹവും ഇളക്കി അവൻ ഓടുകയാണ്. വിഗ്രഹവും എടുത്ത് അവൻ പുഴയിലേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ട് അക്കരെ വരാനായി ശ്രമിക്കുമ്പോൾ പുഴയുടെ നടുവിൽ വെച്ച് അവനാണെങ്കിൽ പുഴയ്ക്കുള്ളിലേക്ക് താന്നു പോയി. വിഗ്രഹവും പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ രണ്ട് കൈകൾ അവനെ രക്ഷിക്കുകയാണ്. അവൻ കരയിലേക്കെത്തും. ബോധം പോയി കിടക്കുന്ന മാത്തപ്പനാണെങ്കിലോ ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നതാണ്. അവൻ അത് ആരെന്ന് മനസ്സിലാകുന്നില്ല. ആരാണെന്ന് മാത്തപ്പൻ ചോദിക്കുമ്പോൾ ഞാൻ ഭഗവതിയാണെന്ന് പറയും. അത് കേട്ട മാത്തപ്പൻ, കള്ളം പറയല്ലേ, എങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവതി മാത്തപ്പനോട് കണ്ണടയ്ക്കുവാനായും പറയും. മാത്തപ്പൻ കണ്ണടച്ച് കണ്ണ് തുറക്കുവാനായി പറഞ്ഞ സമയം ഭഗവതി തന്റെ യഥാർത്ഥ രൂപത്തിലെത്തിയിരുന്നു. അത് കണ്ടതും മാത്തപ്പനെ തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല. എന്നാലും മാത്തപ്പൻ ആദ്യം നോക്കിയത് ഭഗവതിയുടെ ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെയായിരുന്നു. മാത്തപ്പൻ അപ്പോൾ ഭഗവതിയോട് ചോദിക്കുന്നുണ്ട്, അയ്യോ, ഇതെല്ലാം കൂടി ഒരു 10 കിലോ വരുമല്ലോ, ഇത് യഥാർത്ഥ സ്വർണമാണോ അതോ വല്ല മുക്കുപണ്ടം വല്ലതുമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവതിയാണെങ്കിൽ എന്നെ സംശയിക്കുവാണോ മാത്തപ്പ എന്ന് ചോദിക്കുകയാണ്. മാത്തപ്പനാണെങ്കിൽ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. എന്നാലും മാത്തപ്പൻ പറയുകയാണ്, മുങ്ങിച്ചാവാൻ പോയ എന്നെ രക്ഷിച്ച ഭഗവതിക്ക് ഒരുപാട് നന്ദി. ആദ്യമായിട്ടാ എനിക്ക് ദൈവങ്ങളോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നത്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് മാത്തപ്പൻ അവിടെ നിന്നും അതിന്ന് ഒരു സ്വർണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിറ്റ് കടമൊക്കെ തീർക്കാമായിരുന്നു എന്ന് ചിന്തിച്ച് നടന്നു പോവുകയാണ്. എന്നാൽ മാത്തപ്പന് പിന്നാലെ ചിലങ്കയുടെ ശബ്ദം കേട്ട് മാത്തപ്പൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവതി മാത്തപ്പന്റെ കൂടെയുണ്ട്. എന്തിനാ എന്റെ പിന്നാലെ വരുന്നതെന്ന് മാത്തപ്പൻ ചോദിക്കുമ്പോൾ, എനിക്ക് തിരികെ പോകാൻ വേറെ സ്ഥലമില്ല. നിങ്ങളുടെ ഗ്രാമത്തിൽ പുനരുദ്ധാരണം നടക്കുന്ന ഒരു അമ്പലമുണ്ട്. അവിടുത്തെ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കേണ്ട ചൈതന്യമാണ് ഞാൻ. മാത്തപ്പൻ മോഷ്ടിച്ച വിഗ്രഹത്തിൽ നിന്നുള്ള ചൈതന്യമാണ് ആവാഹിക്കേണ്ടത്. വിഗ്രഹവുമായി മാത്തപ്പൻ പുഴയിൽ ചാടിയപ്പോൾ ഞാൻ ഈ രൂപത്തിലായതാ. 10 ദിവസം കഴിയാതെ എനിക്ക് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കാനാകില്ല. 10 ദിവസം താമസിക്കാൻ ഒരു സ്ഥലം വേണം. അത് കേട്ട മാത്തപ്പൻ, എനിക്ക് ലേഡീസ് ഹോസ്റ്റലോ ഒന്നും അറിയില്ല, ഞാനൊരു കള്ളനാ. അത് കേട്ട ഭഗവതി, ഞാൻ മാത്തപ്പന്റെ വീട്ടിൽ താമസിക്കാം. മാത്തപ്പൻ താൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോഴോ ദൈവത്തിന് മതമൊന്നുമില്ല. പിന്നെ മാത്തപ്പന് മാത്രമേ എന്നെ കാണാനാകൂ. വേറെ ആർക്കെങ്കിലും കാണണമെങ്കിൽ എന്റെയും മാത്തപ്പന്റെയും അനുവാദം വേണമെന്ന് ഭഗവതി പറയും. അങ്ങനെ മാത്തപ്പൻ സമ്മതിച്ചു. തനിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം താൻ തന്നെ ഉണ്ടാക്കാമെന്ന കരാറിൽ ഭഗവതി മാത്തപ്പന്റെ കൊച്ചു വീട്ടിലേക്ക് പോയി. അവിടെ ഒരു റൂം ഭഗവതി തനിക്കായി ശരിയാക്കി. പിന്നെ ഒരു ഡിമാൻഡ് ഭഗവതിക്കുണ്ട്. എന്നും വെളുപ്പിന് 3 മണിക്ക് അമ്പലക്കുളത്തിൽ കൊണ്ടുപോകണം. ഒരു നിലവിളക്കിൽ 7 തിരിയിട്ട് കത്തിച്ച വിളക്കുമായിട്ട് മാത്തപ്പൻ മുന്നേ പോകണമെന്നും പറയും. ആകെ മാത്തപ്പന്റെ കയ്യിൽ കൂട്ടുകാരൻ മോഷ്ടിച്ച ഒരു തിരിയിടുന്ന കുത്തുവിളക്കുള്ളതിനാൽ അതിന് ഭഗവതി സമ്മതിച്ചു. വെള്ള വിരിച്ച തടക്കും റൂമിൽ വേണമെന്നും ഭഗവതി പറയും. അടുത്ത ദിവസം മാത്തപ്പന്റെ ജയിലിലായിരുന്ന കൂട്ടുകാരൻ വല്ലഭൻ വീട്ടിലേക്കെത്തി. മാത്തപ്പന് ഭഗവതി ഉള്ളതിനാൽ ആകെ വെപ്രാളം. എന്നാൽ മാത്തപ്പന് മാത്രമല്ലേ ഭഗവതിയെ കാണാൻ പറ്റൂ. വീട്ടിലെത്തിയ വല്ലഭൻ വീട്ടിലെ ഹാളിൽ തടക്ക് കിടക്കുന്നത് കണ്ട് ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് അതിൽ കയറിയിരിക്കവേ അത് കാണുന്ന ഭഗവതിയാണെങ്കിൽ ഒരു ചെറിയ പണി കൊടുത്തു. വല്ലഭനാണെങ്കിലും കറങ്ങിയടിച്ച് ആ വീടിന്റെ വെളിയിൽ കിടക്കുന്നു. മാത്തപ്പൻ അവനെ പോയി പിടിച്ചെഴുന്നേൽപ്പിക്കും. മാത്തപ്പൻ വല്ലഭനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. വല്ലഭന് ഭഗവതിയെ നേരിൽ കാണണമെന്നായി.
മാത്തപ്പൻ ഭഗവതിയുമായി സംസാരിച്ചപ്പോൾ വല്ലഭന് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഭഗവതിയും സമ്മതിച്ചു. അങ്ങനെ വല്ലഭനോട് കണ്ണടച്ച് തൊഴുതു നിൽക്കാൻ പറയാൻ മാത്തപ്പനോട് ഭഗവതി പറഞ്ഞു. വല്ലഭൻ അതുപോലെ ചെയ്തു. ഭഗവതി പ്രത്യക്ഷപ്പെടും. വല്ലഭനാണെങ്കിലോ ഭഗവതിയെ കണ്ടതും കളിയാക്കി ചിരിക്കുവാനായും തുടങ്ങി. ഭഗവതിക്ക് വല്ലാതെ ദേഷ്യം വന്നു. വല്ലഭനെ സംഹരിക്കുമെന്ന വിധമായി. വല്ലഭന് ഭഗവതിയെ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണു. വല്ലഭന് വിശ്വാസവുമായി. ഭഗവതിയെ വെച്ച് നമുക്ക് ബിസിനസ് തുടങ്ങിയാലോ എന്ന് വല്ലഭൻ മാത്തപ്പനോട് പറയുമ്പോൾ മാത്തപ്പനാണെങ്കിലോ അവനെ വഴക്ക് പറയും. എന്നാലും വല്ലഭന്റെ മനസ്സിൽ ബിസിനസ്സാണ്. അത് ഭഗവതി കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് വെളുപ്പിന് ഭഗവതിയെയും കൊണ്ട് മാത്തപ്പനാണെങ്കിലോ അമ്പലക്കുളത്തിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ നീരാട്ടം കഴിഞ്ഞ് ഭഗവതിയെയും കൊണ്ട് മാത്തപ്പൻ തിരികെ പോകുമ്പോൾ വിളക്കുമായി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന മാത്തപ്പനെ കണ്ട് ഇവന് ഭ്രാന്തായോ എന്ന് പത്രമിടാൻ പോകുന്നവരൊക്കെ ചിന്തിക്കും. മാത്തപ്പൻ ദേവിയോട് ചോദിക്കും, ഇനി പോകാൻ കുറച്ച് ദിവസമല്ലേയുള്ളൂ, വീട്ടിൽ നിന്ന് പോകാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട ഭഗവതി അതെങ്ങനെ പറ്റും, ക്ഷേത്രത്തിൽ കുടിയിരിക്കേണ്ട ചൈതന്യമല്ലേ ഞാനെന്ന് പറയും. മാത്തപ്പന് നല്ല വിഷമമുണ്ട്. മറ്റൊരു വശത്ത് വല്ലഭനാണെങ്കിലും ഒരു സ്വാമിയുടെ അടുത്ത് ചെന്ന് എന്റെ കൂട്ടുകാരനോടൊപ്പം ഒരു പെണ്ണിന്റെ ബാധയുണ്ട്, അതിനെ എങ്ങനെയും പിടിച്ചു കെട്ടണം, അതിനെ ആവാഹിച്ച് എനിക്ക് തരണമെന്നും പറയും. അങ്ങനെ സ്വാമിയാണെങ്കിലും മാത്തപ്പന്റെ വീട്ടിലേക്ക് പുറപ്പെടും. ഭഗവതി എന്തോ കാര്യം ആലോചിച്ചിരിക്കുന്നത് കണ്ട് മാത്തപ്പൻ കാര്യം തിരക്കിയപ്പോൾ ഭഗവതി പറയും, ഇപ്പോൾ ഇവിടെ ഒരു രസം നടക്കും, കണ്ടോ എന്ന് പറയും. അപ്പോഴേക്കും സ്വാമി വീട്ടിലെത്തി. മാത്തപ്പനോട് ബാധയെ ഒഴിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് സ്വാമി കയറിപ്പോയി. കിട്ടുന്നത് വാങ്ങിക്കോ എന്ന മട്ടിൽ നിൽക്കുകയാണ് മാത്തപ്പൻ. അങ്ങനെ സ്വാമി അകത്തേക്ക് പോയി ആരെയും കണ്ടില്ല. പൂജയും തുടങ്ങി. പൂജ നടക്കവേ തന്നെ ഭഗവതിയാണെങ്കിൽ ഒരു ആത്മാവിന്റെ രൂപത്തിൽ അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരെ വല്ലാതെ പേടിപ്പിച്ചു. എന്നാൽ മറ്റാരുടെയും കണ്ണിൽ ആ രൂപം കാണാൻ പറ്റുന്നില്ല. സ്വാമി പേടിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് സ്വാമിയുടെ കൂടെ വന്നവനോ പിന്നെ വല്ലഭനോ മാത്തപ്പനോ എന്നും മനസ്സിലാകുന്നതേയില്ല. ആകെ ഒരു കോമഡിയായി. ഭഗവതി അതോർത്ത് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെ പ്രിയയുടെ അമ്മ ശ്വാസം മുട്ടുകൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. വല്ലഭൻ എവിടെയോ തെന്നി വീണ് തല പൊട്ടിയതിനാൽ വല്ലഭനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന മാത്തപ്പനാണെങ്കിലോ ഹോസ്പിറ്റലിൽ വെച്ച് പ്രിയയെ കാണുകയാണ്. പ്രിയയോടൊപ്പം അമ്മയും പോയി കണ്ടു. പ്രിയയോടൊപ്പം പുറത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്ന മാത്തപ്പനാണെങ്കിൽ പ്രിയയോട് പറയും, അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം തന്നെ പറ്റി ആലോചിച്ചാണെന്ന് പറയുമ്പോൾ പ്രിയ അതിന് മറുപടിയൊന്നും കൊടുക്കില്ല. പ്രിയ മാത്തപ്പനോട് ചോദിക്കും, അന്ന് കണ്ടതിനേക്കാൾ ആള് നന്നായിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ മാത്തപ്പൻ ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മാത്തപ്പനോട് ചോദിക്കും, എന്താ എന്റെ കഥകളൊന്നും തിരക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ മാത്തപ്പൻ പറയും, അന്ന് നമ്മൾ ഒരുപാട് നേരം അടുത്തുണ്ടായിരുന്നല്ലോ, നേരം പോകുവാൻ വേണ്ടിയിട്ടല്ലേ എന്റെ കഥ ചോദിച്ചത്, അതുപോലെ എന്നെങ്കിലും ഒരിക്കൽ ഒരുപാട് സമയം നമ്മൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ തന്റെ കഥയും ഞാൻ ചോദിക്കാമെന്ന് മാത്തപ്പൻ പറഞ്ഞു. മാത്തപ്പനും പ്രിയയ്ക്കുമിടയിൽ ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു മാത്തപ്പൻ. അപ്പോൾ അവിടേക്ക് ഭഗവതി ചെല്ലുകയാണ്. അടുക്കളയൊക്കെ വൃത്തിയില്ലാതെ കിടക്കുന്നത് കണ്ട ഭഗവതിയാണെങ്കിൽ ചെറിയ വീടാണെങ്കിലും സൗകര്യം കുറവാണെങ്കിലും നമ്മുടെ വീടും പരിസരവും ഒക്കെ നന്നായി വൃത്തിയായി നോക്കണ്ടേ മാത്തപ്പന് ചിലപ്പം ദേഷ്യം വന്നാലോ എന്ന് കരുതിയ ഞാൻ ആദ്യമേ ഇത് പറയാത്തതെന്ന് ഭഗവതി പറയുമ്പോൾ, അയ്യോ എനിക്ക് ദേഷ്യമൊന്നും വരില്ല, എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടേ, കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചില്ലേ, എനിക്ക് ആരാ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഭഗവതി പറയും, ഞാനില്ലേ മാത്തപ്പനെല്ലാം പറഞ്ഞു തരാൻ, ഇനിയുള്ള കാലമെല്ലാം മാത്തപ്പന്റെ കാര്യം ഞാൻ നോക്കാം, മാത്രമല്ല മാത്തപ്പനെ കുറിച്ച് ശ്രദ്ധിക്കാൻ മാത്തപ്പനൊരാളും വരുമെന്ന് ഭഗവതി പറയുകയാണ്. അതാരാണെന്നൊന്നും കാണിക്കുന്നതേയില്ല. അങ്ങനെയിരിക്കെ ഭഗവതി ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് വല്ലഭൻ അവിടേക്ക് വരും. എന്നിട്ടൊരു കുപ്പി കാണിച്ചിട്ട് ഭഗവതിയോട് ചോദിക്കും, ഇവിടെ എല്ലാവരും മാജിക്കൊക്കെ നടത്തുന്നില്ലേ, അതുപോലെ ഭഗവതി ഈ കുപ്പിയിലോട്ടൊന്ന് കയറുമോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവതി പറയും, അയ്യോ ഞാൻ എങ്ങനെ കയറാനാ, ഇവിടെയുള്ള അമ്പലത്തിൽ കുടിയിരിക്കേണ്ട ചൈതന്യമാണ് ഞാനെന്ന് പറയുമ്പോൾ വല്ലഭനാണെങ്കിൽ, എന്നാൽ എന്തെങ്കിലും മാജിക്ക് കാണിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട ഭഗവതിയാണെങ്കിൽ, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ആഭരണങ്ങളെല്ലാം വല്ലഭന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിലേക്ക് ഇറക്കാം, വല്ലഭനെ വിശ്വസിച്ചാണ് ഞാനത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വല്ലഭനും അതിന് സമ്മതിക്കും. അങ്ങനെ ഭഗവതിയാണെങ്കിൽ തന്റെ ആഭരണങ്ങളെല്ലാം വല്ലഭന്റെ കയ്യിലിരുന്ന കുപ്പിയിലേക്കാക്കി. ഭഗവതി പ്രത്യേകം പറയുന്നുണ്ട്, കുപ്പി ഒരിക്കലും അടയ്ക്കരുത്, അടച്ചാൽ പിന്നെ എനിക്ക് ആഭരണങ്ങളൊന്നും തിരികെ എടുക്കാനാകില്ല എന്ന് ഭഗവതി പറയുമ്പോഴും വല്ലഭൻ മനഃപൂർവ്വം ആ കുപ്പിയും അടച്ച് പുറത്തേക്ക് ഓടി. ഇതെല്ലാം കണ്ട് ഭഗവതി ചിരിക്കുന്നുണ്ടായിരുന്നു. വല്ലഭനിട്ട് ഒരു ചെറിയ പണി കൊടുത്തതാണ്. അങ്ങനെ വല്ലഭൻ കുപ്പിയുമായി നടന്നു പോകവേ പോലീസിന്റെ കയ്യിൽ ചെന്നുപെടും. നിന്റെ കയ്യിൽ എന്താടാ ഒരു കുപ്പി ഇരിക്കുന്നത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അതോ എന്റെ കൂടെ ഒരു ഭഗവതിയുണ്ട്, ആ ഭഗവതിയുടെ ആഭരണങ്ങളാണെന്ന് പറയുമ്പോൾ നിന്റെ കൂടെ ഭഗവതിയോ എന്നൊക്കെ പറഞ്ഞ് പോലീസ് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ കുപ്പി വാങ്ങി അവർ തുറക്കുമ്പോഴോ എന്തോ ഒരു പുക അതിൽ നിന്നും പോകുന്നു. മാത്രമല്ല കുപ്പിയിൽ നിന്നും വല്ലാത്ത സ്മെല്ല് വരികയാണ്. അതിലെന്തോ ഒരു വെള്ളവും ഉണ്ടായിരുന്നു.
കയ്യിലൊഴിച്ചു നോക്കിയപ്പോൾ അത് നല്ല വാറ്റായിരുന്നു. പോലീസ് ഉടനെ തന്നെ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടാ എന്ന് ചോദിച്ച് വല്ലഭനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ദേവി കൊടുത്ത പണിയായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ബസ്സിൽ വെച്ച് മാത്തപ്പനാണെങ്കിൽ ഒരിക്കൽ പ്രിയയെ കാണും. പ്രിയ PSC എക്സാം ഒക്കെ എഴുതിയിട്ട് വരുന്ന വരവാണ്. മാത്തപ്പന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ട് ഇതെന്താണെന്ന് പ്രിയ ചോദിക്കുമ്പോൾ അത് കുറച്ച് പൂജാ സാധനങ്ങളാണെന്ന് മാത്തപ്പൻ പറയും. അത് കേട്ടതും പ്രിയയ്ക്ക് എന്തോ വശപ്പിശക് തോന്നുന്നു. അതേസമയം മാത്തപ്പനാണെങ്കിൽ പ്രിയയോട് പറയും, അന്ന് കണ്ടപ്പോഴേ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ എന്ന് പറഞ്ഞ് വിഗ്രഹം മോഷ്ടിക്കാൻ പോയതും ഭഗവതി അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും അവനോടൊപ്പം കൂടിയതും അവന്റെ വീട്ടിൽ ഭഗവതിയുള്ള കാര്യവുമെല്ലാം അവൻ തുറന്നു പറഞ്ഞു. എന്നാൽ പ്രിയ അതൊന്നും വിശ്വസിക്കാനാകാതെ അവനെ കളിയാക്കി ചിരിക്കും. അത് കേൾക്കുന്ന മാത്തപ്പനാണെങ്കിലോ, കളിയാക്കണ്ട, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുമ്പോൾ എങ്കിൽ മാഷിന്റെ ഭഗവതിയോട് പറഞ്ഞ് എന്റെ തളർന്നു കിടക്കുന്ന അമ്മയെ ഒന്ന് നേരെയാക്കി തരാൻ പറ എന്ന് പറഞ്ഞിട്ട് പ്രിയ ആണെങ്കിലോ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങി നടന്നു പോവുകയാണ്. അതിനുശേഷം വീട്ടിലെത്തി കുളിച്ച് റെഡിയായി അമ്മയുടെ അടുത്തേക്ക് വന്ന പ്രിയയാണെങ്കിലോ അമ്മയെ കട്ടിൽ കാണുന്നില്ല. അവൾക്ക് ആകെ ടെൻഷനായി. അവളാണെങ്കിൽ അമ്മയെ അന്വേഷിച്ച് അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അമ്മ എഴുന്നേറ്റ് നിൽക്കുവാനായും തുടങ്ങി. അത് കണ്ട് പ്രിയയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ എനിക്കറിയില്ല, രാവിലെ ഞാൻ ഉണരാൻ ശ്രമിച്ചപ്പോൾ എന്തോ നല്ലൊരു ആശ്വാസം തോന്നി, പിന്നെ ഞാൻ അച്ഛനെയും സ്വപ്നം കണ്ടു എന്നൊക്കെ അമ്മ പറയുമ്പോൾ മാത്തപ്പൻ പറഞ്ഞ കാര്യമെല്ലാം അവൾക്ക് ഓർമ്മ വരും. കാരണം മാത്തപ്പനോടല്ലേ അവൾ ഭഗവതിയോട് പറഞ്ഞ് അമ്മയെ എഴുന്നേറ്റ് നടപ്പിക്കാനായി പറഞ്ഞത്. അങ്ങനെ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ മാത്തപ്പനാണെങ്കിലോ ഭഗവതിയെയും കൂട്ടി പ്രിയയെ കാണുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തും. പ്രിയയാണെങ്കിലോ ക്ഷേത്രത്തിലേക്ക് തൊഴുതതിനു ശേഷം മാത്തപ്പനടുത്തേക്ക് എത്തി. മാത്തപ്പനടുത്ത് സംസാരിക്കുന്ന പ്രിയയെ കാണുന്നത് ഭഗവതി ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ്. പ്രിയയാണെങ്കിലോ മാത്തപ്പനെ ചന്ദനം തൊട്ടുകൊടുക്കുവാനായി വരുമ്പോൾ പ്രിയയുടെ കൈ ഭഗവതി കൺട്രോൾ ചെയ്ത് തന്റെ നെറ്റിയിലേക്ക് ചന്ദനം തൊടിയിക്കുന്നു. ഭഗവതിയെ നേരിൽ കാണുന്ന പ്രിയയ്ക്കാണെങ്കിൽ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൾ ഭഗവതിയെ കണ്ട് കരയും. ഭഗവതി ചോദിക്കും, അന്ന് എന്നെ ശപിച്ചിട്ട് പോകുന്ന ദിവസമല്ലേ മാത്തപ്പനെ കണ്ടതെന്ന് ഭഗവതി ചോദിക്കുമ്പോൾ പ്രിയ മാപ്പ് പറയും. അത് കേട്ട ഭഗവതി, സാരമില്ല കുട്ടി, മനുഷ്യനിൽ നന്മ അവശേഷിക്കുന്നെങ്കിൽ അല്പം വൈകിയായാലും ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും. കുട്ടിക്ക് നല്ലതേ വരൂ എന്ന് അനുഗ്രഹിച്ച് പ്രിയയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. വീട്ടിലെത്തിയ ഭഗവതിയോട് എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനൊരു സദ്യ ഒരുക്കി തരട്ടെ എന്ന് മാത്തപ്പൻ ചോദിക്കുമ്പോൾ ഭഗവതി അതിന് സമ്മതിക്കും. അങ്ങനെ മാത്തപ്പൻ സദ്യ ഉണ്ടാക്കി ഭഗവതിക്ക് മാത്തപ്പൻ വിളമ്പി. ഇതുപോലൊരു സദ്യ അവസാനമായി കഴിച്ചത് അപ്പനും അമ്മയ്ക്കും ഒപ്പമാ. അവരങ്ങ് പോയി. ഇപ്പോൾ ദേ ഭഗവതിയും. അത് കേട്ട ഭഗവതി, മാത്തപ്പ, സങ്കടവും കണ്ണീരും കഴുത്തറ്റം വരുമ്പോൾ ജീവിതം തീർന്നെന്ന് കരുതും. പക്ഷേ എല്ലാ നന്മകളുമുള്ള നല്ലൊരു മനുഷ്യനായി സ്നേഹിക്കുന്ന പെണ്ണുമൊത്ത് ഇനി എന്നും മാത്തപ്പൻ ജീവിക്കുമെന്ന് ഭഗവതി പറയും. അങ്ങനെ ഭഗവതി പോകുന്ന ദിവസമെത്തി. മാത്തപ്പൻ അമ്പലക്കുളത്തിലേക്ക് ഭഗവതിയെ കൊണ്ടുപോകും. ഇന്നീ വിളക്കണയും എൻ്റെ ഉള്ളിലെ വെളിച്ചവും. ഭഗവതി അത് കേട്ട് ഒന്നും മിണ്ടില്ല, സങ്കടത്തോടെ നടന്നു പോകും. അങ്ങനെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പോകും മുമ്പ് മാത്തപ്പനോട് ഇനി പഴയ മാത്തപ്പനാകരുത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് പോകാനിറങ്ങുന്നത്. അപ്പോൾ ഇനി മുതൽ മാത്തപ്പൻ ഒറ്റയ്ക്കാണല്ലേ എന്ന് ഭഗവതിയോട് ചോദിക്കുമ്പോൾ അത് കേട്ട ഭഗവതി, വിളക്കണച്ച് പൂജാരി പോയി കഴിഞ്ഞാൽ ശ്രീകോവിലിൽ ഞാനും ഒറ്റയ്ക്കാണ് മാത്തപ്പ എന്ന് പറഞ്ഞ് ഭഗവതി സങ്കടത്തോടെ നടന്നുപോയി. മാത്തപ്പനും സങ്കടം സഹിക്കാനായില്ല. ഭഗവതി പ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രത്തിലെത്തി വിഗ്രഹത്തിൽ കുടിയിരുന്നു. അങ്ങനെ ഉത്സവം നടക്കുന്നിടത്തേക്ക് മാത്തപ്പൻ എത്തിയപ്പോഴോ കള്ളനായതിനാൽ അവനെ ക്ഷേത്രത്തിൽ കയറാൻ സമ്മതിക്കാതെ കമ്മിറ്റിക്കാർ തല്ലുന്നു. എനിക്കൊന്ന് ഭഗവതിയെ കണ്ടാൽ മതി, ദയവ് ചെയ്തെന്നെ അനുവദിക്കണമെന്ന് പറയുമ്പോഴും അവരവനെ തല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവതിക്ക് ദേഷ്യം വന്ന് വല്ലാതെ കാറ്റ് വീശുകയും വിളക്കണയുകയും ഒക്കെ ചെയ്തു. പൂജാരിയാണെങ്കിലോ എന്തോ അനർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന് മാഷിനോടൊക്കെ പറയുമ്പോൾ മാഷാണെങ്കിലോ കമ്മിറ്റിക്കാർ മാത്തപ്പനെ തല്ലുന്നത് കാണും. അതാണ് കാരണമെന്ന് മാഷിന് മനസ്സിലായി. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡെടുത്ത് മാറ്റി മാത്തപ്പനെ അമ്പലത്തിലേക്ക് കയറ്റി. മാത്തപ്പൻ അകത്ത് കയറിയതും ഭഗവതിക്ക് സന്തോഷമായി. അമ്പലത്തിലേക്ക് പ്രിയയും അമ്മയും വരികയാണ്. തിരിച്ചു പോകാനിറങ്ങുന്ന മാത്തപ്പനെ കണ്ട് സംസാരിക്കുമ്പോൾ താൻ നാട് വിട്ടു പോവുകയാണ്. ഭഗവതി പോയതോടെ എനിക്കിനി ആരാ എന്ന് മാത്തപ്പൻ പറയുമ്പോൾ ഞങ്ങളില്ലേ എന്ന് അമ്മയും പ്രിയയും പറയും. ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം കാണുമോ എന്ന് മാത്തപ്പൻ ചോദിക്കുമ്പോൾ മാത്തപ്പന്റെ മനസ്സിൽ ഞാനൊരു ചീത്ത പെണ്ണല്ലേ എന്ന് പ്രിയ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞു ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പ്രിയയുടെ കൈയും പിടിച്ച് മാത്തപ്പനാണെങ്കിലോ വാ നമുക്ക് ഭഗവതിയെ തൊഴാമെന്ന് പറഞ്ഞ് അമ്പലത്തിനുള്ളിലേക്ക് കയറി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പ്രിയയുടെയും മാത്തപ്പന്റെയും വിവാഹമാണ്. ഭഗവതിക്ക് മുന്നിൽ വെച്ച് അവർ രണ്ടാളും വിവാഹം കഴിച്ചു. ഭഗവതിക്കും ഒരുപാട് സന്തോഷമായി. ഭഗവതി പറഞ്ഞതുപോലെ സ്നേഹിക്കുന്ന പെണ്ണിനെയും കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം മാത്തപ്പൻ ആരംഭിക്കുകയാണ്.
ഇത്രയും നാൾ കള്ളൻ എന്ന് മുദ്രകുത്തി നാട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തിയ മാത്തപ്പനെ ഇന്ന് നാട്ടുകാരെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാത്തപ്പനെ നാട്ടുകാരും അംഗീകരിച്ച് നാട്ടുകാരും സ്നേഹിക്കുവാനായും തുടങ്ങി. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.